പിടിച്ചോ പിടിച്ചോ പിടിച്ചോ. ഇടയ്ക്കാണ് ലൈവാണ്. ആ പൈക്ക് നടന്നു. വണ്ടി വണ്ടി കൈ വീശിട്ടുണ്ട്.
രാത്രിയായ വോയിസ് കോള് നാണമില്ലേ നിങ്ങൾക്ക് നാണമില്ലേ നിങ്ങൾക്ക് നാണമില്ലേ നിങ്ങൾക്ക് രാജിവെച്ച് പുറത്തു പോടാ പുറത്തു പോടാ കാട്ടുകോഴി പുറത്തു പോടാ കാട്ടുകോഴി ജയ് 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 യുവമോർച്ച ജയ് 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 ഭാരത് മാതാ പാലക്കാട് എംഎൽഎ രാത്രിയായ വീഡിയോ കോള് രാത്രിയായ വീഡിയോ കോള് നാണമില്ലേ തെമ്മാരെ രാജിവെച്ച് പോ പുറത്ത് രാജിവെച്ച് പോ പുറത്ത് പുറത്തു പോടാ തെമ്മാരെ തെമ്മാരെ മതിയല്ല തെമ്മാരെ തെരുവിലിറങ്ങി നടക്കില്ല പറയുവതാരെന്നറിയില്ലേ പറയുവതാരെന്നറിയില്ലേ അനന്തപുരിയുടെ യുവമാർച്ച അനന്തപുരിയുടെ യുവമാർച്ച ജയ് 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 ഭാരത് മാതാ ജയ് 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 യുവമാർച്ച സോദരരെ
രാത്രിയായ വീഡിയോ കോള്, രാത്രിയായ വോയിസ് കോള്, രാഹുൽ എന്നൊരു വിത്തുകാള, രാഹുൽ എന്നൊരു വിത്തുകാള, രാത്രിയായ വീഡിയോ കോള്, രാത്രിയായ വോയിസ് കോള്, രാജിവെച്ച് പോ പുറത്ത്, പുറത്തു പോണ കാട്ടുകോഴി, പുറത്തു പോണ കാട്ടുകോഴി, യുവോർച്ചയ പറയുന്നേ വിത്തുകളെ കൊണ്ടുപോണേ, പെണ്ണുങ്ങളെ മെസ്സേജ് ഇടുകയും വീഡിയോ കോൾ ചെയ്യുന്ന ഈ വിത്തുകളെ സമർപ്പിക്കുന്നു. കൈകൂപ്പി യാചിക്കുകയാണ്. നിങ്ങൾ തന്നെ ഇതിൽ നിങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്യാം. നിങ്ങൾ ഇയാളെ വി ഡി സതീശന് കൊടുക്കണം. ഇതാണ് നമ്മുടെ വിത്തുകാള, കേരളത്തിന്റെ വിത്തുകാള. ഈ വിത്തുകളെ നിങ്ങൾ തന്നെ ഏറ്റെടുത്ത് വി ഡി സതീശന് കൊടുക്കണമെന്ന് താഴ്മയായ യുവമോർച്ച അഭ്യർത്ഥിക്കുകയാണ്. ഇങ്ങനെ എടുത്തു കേട്ടോ, ഇങ്ങനെ എടുത്തു, എങ്ങനെ എപ്പോഴും എടുത്തു കേട്ടോ, അങ്ങനെ സതീശന്റെ കാളെ രാജിവെച്ച പോ പുറത്ത്, രാജിവെച്ച് പോ പുറത്ത്, ഒന്നേ ഒന്ന് പറഞ്ഞേക്കാം, ഒന്നായി തന്നെ പറഞ്ഞേക്കാം, ഒന്നായി തന്നെ പറഞ്ഞേക്കാം. പാലക്കാട്ടെ മണ്ണിൽ കണ്ടാൽ വെട്ടിക്കൂട്ടും കട്ടായോ, വെട്ടിക്കൂട്ടും കട്ടായോ, വെട്ടിക്കൂട്ടും കട്ടായോ, വെട്ടിക്കൂട്ടും കട്ടായോ. പ്രതിഷേധം 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 പ്രതിഷേധം. നിങ്ങളറിഞ്ഞോ നാട്ടാരെ, നിങ്ങളറിഞ്ഞോ നാട്ടാരെ, നിങ്ങളറിഞ്ഞോ നാട്ടാരെ, നിങ്ങളറിഞ്ഞോ നാട്ടാരെ. പാലക്കാട്ടൊരു MLA, പാലക്കാട്ടൊരു MLA, യൂത്ത് കോൺഗ്രസ് നേതാവ്, യൂത്ത് കോൺഗ്രസ് നേതാവ് ഒഴിത്തരം കാട്ടുന്നുണ്ടോ, ഒഴിത്തരം കാട്ടുന്നുണ്ടോ, ഒഴിത്തരം കാട്ടുന്നുണ്ടോ, ഒഴിത്തരം കാട്ടുന്നുണ്ടോ. രാത്രിയായ വോയിസ് കോള്, വിത്തുകാളെ രാഹുലേ, വിത്തുകാളെ രാഹുലേ, വിത്തുകാളെ രാഹുലേ, വിത്തുകാളെ രാഹുലേ, വിത്തുകാളെ രാഹുലേ, വിത്തുകാളെ രാഹുലേ. രാജിവെച്ച് പോ പുറത്ത്, രാജിവെച്ച് പോ പുറത്ത്, രാജിവെച്ച് പോ പുറത്ത്, രാജിവെച്ച് പോ പുറത്ത്. മുഖത്താകട്ടെ പ്രതിഷേധം പ്രതിഷേധം ഇരിക്കുന്നത് അവരുടെ ഫ്ലെക്സ് സതീശന്റെ വിത്തുകാള എന്നാണ്. വിത്തുകാളെ വിത്തുകാളെ രാഹുലേ, പ്രതിഷേധം പ്രതിഷേധം പാലക്കാട് നടന്നതാണ്. രാജിവെച്ച് പോ പുറത്ത്, സംസ്ഥാനത്ത് രാജിവെച്ച് പോ പുറത്ത്, ഒന്നേ ഒന്ന് പറഞ്ഞേക്കാം, ഒന്നേ തന്നെ പറഞ്ഞേക്കാം. പാലക്കാട്ടെ മണ്ണിൽ കണ്ടാൽ, സമയമായിരുന്നു. പക്ഷേ പാലക്കാട്ടെ മണ്ണിൽ കണ്ടാൽ എത്തിക്കാൻ നടക്കില്ല, എത്തിക്കാൻ നടക്കില്ല. എടുക്കണം കേട്ടോ, ഔദ്യോഗിക വസതി കണ്ടോ കേട്ടോ, ഇങ്ങനെ പറ്റുള്ളൂ കേട്ടോ, ഇങ്ങനെ ഞങ്ങളുടെ നാട്ടിലെ സോദരിമാരെ, ഞങ്ങളുടെ നാട്ടിലെ സോദരിമാരെ പീഡിപ്പിക്കാൻ കൊണ്ടുപോയത്, പീഡിപ്പിക്കാൻ കൊണ്ടുപോയത്. സതീശന്റെ വിത്തുകാള, കാഫിയുടെ വിത്തുകാള, പാലക്കാട്ടെ MLA രാജിവെച്ച് പോ പുറത്ത്. പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, മാധ്യമ സുഹൃത്തുക്കളെ,
കേരളത്തിലെ യുവതി യുവാക്കൾക്ക് നാണക്കേടും അപമാനവും വരുത്തി പാലക്കാട്ടെ ഒരു MLA, പാലക്കാട്ടെ ഒരു വിത്തുകാള കഴിഞ്ഞ കുറെ നാളുകളായി കേരളത്തിൽ നടത്തിയ ആ വൃത്തികെട്ട സ്വഭാവത്തെ ചോദ്യം ചെയ്തുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ യുവമോർച്ചയുടെ സൂചനാ സമരം ഈ പ്രതിപക്ഷ നേതാവിന്റെ വസതിക്ക് മുമ്പിൽ ഞങ്ങൾ എത്തിയതായിരുന്നു. അന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ എനിക്ക് മുമ്പിൽ നിൽക്കുന്ന ഈ മാധ്യമ സുഹൃത്തുക്കളിൽ പലരും DCC പ്രസിഡന്റ്, പാലക്കാട്ടെ DCC പ്രസിഡന്റ് അവിടുത്തെ ഒരു MLA വിളിച്ചിട്ട് കിട്ടുന്നില്ല, ആ വിത്തുകാളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പരാതി പറയുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. സഹപ്രവർത്തകർ വിളിച്ചിട്ട് കിട്ടാത്ത വിത്തുകാളയെ, പ്രതിപക്ഷ നേതാവ് വിളിച്ചിട്ട് കിട്ടാത്ത സഹപ്രവർത്തകനായ വിത്തുകാളയെ കേരളത്തിൽ അങ്ങനെ മേഞ്ഞു നടക്കാൻ അനുവദിക്കില്ല എന്ന ഉറച്ച തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ യുവമോർച്ച പിടിച്ചുകെട്ടി ആ വിത്തുകാളയെ ആ വിത്തുകാളയുടെ രക്ഷകർത്താവായ VD സതീശന് സമർപ്പിക്കാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുകയാണ്. ഞങ്ങൾ VD സതീശനോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ആ വിത്തുകാളയെ സസ്പെൻഡ് ചെയ്യുകയോ പൂമാലയിട്ട് പൂജിക്കുകയോ നിങ്ങൾ കൊണ്ടു നടക്കുകയോ നിങ്ങൾ ഓമനിക്കുകയോ ചെയ്തോ, അതൊന്നും കേരളത്തിലെ പൊതുസമൂഹത്തെ ബാധിക്കുന്ന കാര്യമല്ല. എന്നാൽ ഈ വിത്തുകാളയെ ഇനി ഇങ്ങനെ കേരളത്തിന്റെ തെരുവീതികളിൽ ഇറങ്ങി നടക്കാൻ അനുവദിക്കില്ല എന്ന യുവമോർച്ചയുടെ ഉറച്ച തീരുമാനം തന്നെയാണ് ഈ തുടർ സമരങ്ങളുമായി മുന്നോട്ടു പോകുന്നത്. ഈ സമരത്തെ അഭിസംബോധന ചെയ്ത് ഈ സമരത്തെ ഉദ്ഘാടനം ചെയ്യാനായി ഇവിടെ എത്തിയിട്ടുള്ളത് യുവമോർച്ചയുടെ സമാരാധ്യനായിട്ടുള്ള യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ V. മനുപ്രസാദ് ആണ്. V. മനുപ്രസാദിനെ സ്നേഹത്തോടെ ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്യാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ മാർച്ചിൽ പങ്കെടുക്കുന്ന യുവമോർച്ചയുടെ സംസ്ഥാന ഭാരവാഹികളായ ഗോകുൽ ഗോപിനാഥ്, അതുപോലെ P. അഖിൽ, നന്ദു, ഹരി തുടങ്ങി മറ്റ് എല്ലാ പ്രവർത്തകരെയും മാധ്യമ സുഹൃത്തുക്കളെയും എല്ലാം ഈ സമരപരിപാടിയിലേക്ക് ഞങ്ങൾ സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കാൻ സമാരാധ്യനായ സംസ്ഥാന അധ്യക്ഷനെ ക്ഷണിക്കുകയാണ്. ഇവിടെ എന്താണ് ഇത്തരത്തിലൊരു സമരം യുവമോർച്ചയുടെ നേതൃത്വത്തിൽ ഇവിടെ എത്തിയത് എന്നിവിടെ കാര്യമാത്ര പ്രസക്തമായി സൂചിപ്പിച്ചു. യുവമോർച്ച തുടക്കത്തിൽ തന്നെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നാടകത്തിന്റെ പേരിലോ ആരോപണത്തിന്റെ പേരിലോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിനെ എന്തും ചെയ്ത് താഴെ ഇറങ്ങുന്ന തുടക്കത്തിലെ തന്നെ ഞങ്ങൾക്കൊരു ഉറപ്പുണ്ടായിരുന്നു, തീരുമാനമുണ്ടായിരുന്നു. ശരിയായ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ന്യായമെന്ന് തോന്നാത്തിടത്തോളം കാലം ഒരാൾക്കെതിരെയും ഞങ്ങൾ ഈ പ്രതിഷേധവുമായി വരില്ല എന്ന് തീരുമാനിച്ചു. മാധ്യമ സുഹൃത്തുക്കളെ പോലെ തന്നെ ഇവിടത്തെ ചില വിഭാഗത്തിലെ പൊതുസമൂഹത്തിലെ പ്രമുഖരെ പോലെ തന്നെ ഞങ്ങൾക്കും നിത്യേന എന്നോണം ഇത്തരം വിവരങ്ങൾ ലഭിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ അതിന്റെ എല്ലാം വസ്തുതകൾ പുറത്തു വരുന്നതുവരെ ഇത്തരത്തിലൊരു പ്രക്ഷോഭവുമായി പോകണ്ട എന്നാണ് യുവമോർച്ച ആദ്യം തീരുമാനിച്ചത്. എന്നാൽ ഞങ്ങൾക്കും നിങ്ങൾക്കും പൊതുസമൂഹത്തിനും മനസ്സിലായതുപോലെ ഇതിൽ ഗൗരവമായ ഒരുപാട് വിഷയങ്ങളുണ്ട് എന്ന് പൊതുസമൂഹം സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞു. അതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന്, യുവമോർച്ചയുടെ നേതൃത്വത്തിൽ സമരം ചെയ്യുന്നതിന് മുമ്പ് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം ഇത്തരത്തിൽ പ്രതിയായി എന്ന് ഈ നാട്ടിലെ യൂത്ത് കോൺഗ്രസ് ആളുകൾ വിളിച്ചു പറയുന്ന സാഹചര്യം ഉണ്ടായി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം മാത്രമല്ല, കേവലം കഥകളുടെ കെട്ടുകഥകൾ മാത്രമല്ല, മെസ്സേജ് അയപ്പുകളുടെ ഞരമ്പുരോഗം മാത്രമല്ല, അതിനെല്ലാം അപ്പുറം ഗൗരവപരമായ ക്രിമിനൽ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇന്ന് പാലക്കാട്ട് MLA നിലനിൽക്കുന്നതെന്ന് നാട്ടിന് ബോധ്യമായിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് യുവമോർച്ച സമരവുമായി മുന്നോട്ട് വരുന്നത്. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തെ ആദ്യം പുറത്താക്കിയത് യൂത്ത് കോൺഗ്രസുകാരാണ്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസുകാർക്ക് ചുമക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പുറത്താക്കിയതിന് അവർ പറഞ്ഞ കാരണം, ഞങ്ങൾക്ക് ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനം മര്യാദവണ്ണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. എന്നാൽ രാഹുൽ മാങ്കൂട്ടവും അദ്ദേഹത്തെ പിന്താങ്ങുന്ന ഷാബി പറമ്പലും VD സതീശനും ഇവിടെ വന്ന് പറഞ്ഞത് ധാർമ്മികതയുടെ പേരിൽ ഞങ്ങൾ അദ്ദേഹത്തെ പുറത്താക്കുന്നുവെന്നാണ്. ഇവിടെ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്, യൂത്ത് കോൺഗ്രസിന് വേണ്ടാത്ത ഒരാളെ MLA സ്ഥാനത്ത് എന്തിന് തുടരണം എന്ന ചോദ്യമാണ് യുവമോർച്ച ഇവിടെ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടേയിരുന്നത്, പൊതുസമൂഹം ചോദിച്ചുകൊണ്ടേയിരുന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെക്കാൻ നിങ്ങൾക്ക് ഒരു പരാതിയുടെയും ആവശ്യമുണ്ടായിരുന്നില്ല എന്നുള്ളതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയതിനു ശേഷം
ഇന്ന് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലും സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. എന്താണ് കാരണം? പ്രമുഖരായ കോൺഗ്രസിന്റെ ഉമാ തോമസ് ഉൾപ്പെടെയുള്ള ആദരണീയരായ നേതാക്കൾ പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ഒരാളെ കോൺഗ്രസിനുള്ളിൽ കൊണ്ടു നടക്കുന്നത് ഈ നാടിന് അപകടമാണ് എന്ന് വിളിച്ചു പറയുന്ന സാഹചര്യമുണ്ടായി. എന്നാൽ അവരുടെ എല്ലാം ബിസിനസ് പാർട്ണറായിട്ടുള്ള ഷാബി പറമ്പിനെ പോലുള്ളവരെ മാറ്റി നിർത്താൻ പറ്റാത്ത ഗതികേടിലെത്തിയ കോൺഗ്രസിന്റെ നേതൃത്വം PD സതീശൻ ഉൾപ്പെടെയുള്ളവർ രാഹുലിനെ ചേർത്ത് പിടിക്കാൻ ചില ഇല്ലാക്കഥകളിലൂടെയും പ്രൊപ്പഗാൻഡകളിലൂടെയും നാടകങ്ങളിലൂടെയും ഒക്കെ പുതിയൊരു രീതി നടപ്പിലാക്കിയിരിക്കുകയാണ്, പുതിയൊരു കാര്യം നടപ്പിലാക്കിയിരിക്കുകയാണ്. എന്താണ്? യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പുറത്താക്കി MLA എന്ന നിലയിൽ തുടരും. അതുപോലെ തന്നെ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. മെമ്പർഷിപ്പ് പോലും ഇല്ലാത്ത സാഹചര്യമുണ്ടായി. ആ നിയമസഭയ്ക്കുള്ളിൽ വന്നാൽ കോൺഗ്രസിന്റെ MLA എന്നല്ലാതെ അയാൾ അകത്തിരിക്കുമെന്നാണ്. മിസ്റ്റർ VD സതീശ, ഞങ്ങൾ നിങ്ങളോട് ചോദിക്കുന്നു, കേരളത്തിലെ ജനത അരിയാഹാരമല്ല കഴിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുകയാണോ? ഈ കേരളത്തിലെ ജനതയ്ക്കും ഇവിടെ കൂടിയിരിക്കുന്ന മാധ്യമ പ്രവർത്തകരുടെയും പൊതുസമൂഹത്തിന്റെയും സാമാന്യ ബുദ്ധിയെ നിങ്ങൾ വെല്ലുവിളിക്കുകയാണോ? കോൺഗ്രസിന്റെ MLA ആയി UDFന്റെ സ്ഥാനാർത്ഥിയായി പാലക്കാട് മത്സരിച്ച് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം MLA സീറ്റ് കിട്ടുന്നതിന് ഉപയോഗപ്പെടുത്തി ഷാബി പറമ്പലിന്റെ പെട്ടി താങ്ങി അതിനുള്ളിൽ ചെന്ന് നിങ്ങൾ നിർത്തിയ സ്ഥാനാർത്ഥിയെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പുറത്താക്കി ഇന്ന് കൂടുതൽ പ്രതികരണം ഉണ്ടാകുമ്പോൾ നിങ്ങൾ അദ്ദേഹത്തെ കോൺഗ്രസിന്റെ അംഗത്വത്തിൽ നിന്ന് മാറ്റി നിർത്തി എല്ലാം ചെയ്തിട്ടും നിങ്ങൾ MLA ആയി തുടരണമെന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് അറിയേണ്ടതുണ്ട്. പാലക്കാട്ടിലെ ജനതയ്ക്ക് നിങ്ങൾക്ക് വേണ്ട എന്ന് നിങ്ങൾ പറഞ്ഞ ഒരു വിഴുപ്പിനെ ചുമക്കേണ്ട ഗതികേടില്ല എന്നാണ് യുവമോർച്ചയ്ക്ക് പറയാനുള്ളത്. യുവമോർച്ച ഇവിടെ പ്രഖ്യാപിക്കുകയാണ്, യൂത്ത് കോൺഗ്രസിന്റെ കമ്മിറ്റിയിൽ ഇരിക്കാൻ പറ്റാതെ ഇറക്കിവിട്ട യൂത്ത് കോൺഗ്രസിനെ നിങ്ങൾക്ക് ചുമക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഇറക്കിവിട്ട യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റിനെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ പോലും നിലനിർത്തണ്ട എന്ന് നിങ്ങൾ തീരുമാനിച്ച നിങ്ങളുടെ ഒരു പ്രവർത്തകനെ പാലക്കാട്ടെ MLA ഇനി പാലക്കാട്ടുകാർക്കും വേണ്ട എന്നുള്ളതാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. അത്ര നിർബന്ധമാണെങ്കിൽ, നിങ്ങളുടെ ബിസിനസ് പാർട്ണർ ആണെങ്കിൽ, നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള അജണ്ടകൾ വിളിച്ചു പറയുമെന്നുള്ള പേടിയാണെങ്കിൽ ഇതാ ഈ വിത്തുകാളെ ഉൾപ്പെടെ ഞങ്ങൾ ഇവിടെ സമർപ്പിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ അടുക്കളയ്ക്കകത്ത് കൊണ്ടുവച്ചുകൊള്ളണം. അത് ഈ നാട്ടിലെ ജനങ്ങളുടെ തലയിൽ കെട്ടിവെക്കേണ്ട ആവശ്യമില്ല. യുവമോർച്ച പ്രഖ്യാപിക്കുകയാണ്, പാലക്കാട് MLA എന്ന നിലയിൽ കാലുകുത്തില്ല എന്നാണ് ഇന്നലെ വരെ ഞങ്ങൾ പറഞ്ഞതെങ്കിൽ ഇന്ന് പ്രഖ്യാപിക്കുകയാണ്, രാഹുൽ മാങ്കൂട്ടം MLA ബോർഡ് വെച്ചുകൊണ്ട് കേരളത്തിലെ ഒരു തെരുവേദികളിലും ഒരു പരിപാടികളിലും പങ്കെടുക്കാൻ യുവമോർച്ച അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ്. ഇനി ഞങ്ങളെ വെല്ലുവിളിച്ചാൽ, ജനങ്ങളുടെ ബുദ്ധിയെ, ജനങ്ങളുടെ ക്ഷമയെ പരീക്ഷിച്ചാൽ നിങ്ങൾ കാണാൻ പോകുന്നത് ഇതിലേറെയുള്ള പ്രക്ഷോഭങ്ങളായിരിക്കും. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേവലം മെസ്സേജുകൾ മുന്നിൽ നിർത്തി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന രാഹുൽ മാങ്കൂട്ടം ഗർഭചിത്രം ഉൾപ്പെടെയുള്ള, അതുപോലെ തന്നെ നിരവധി ആളുകളെ ഭീഷണിപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള എല്ലാം ഉപയോഗപ്പെടുത്തുന്നത് ജനപ്രതിനിധി എന്നുള്ള പ്രിവിലേജ് ഉപയോഗിച്ചുകൊണ്ടാണ്. ആ പ്രിവിലേജ് വീണ്ടും ഉപയോഗിച്ച് രാഹുലിന് മുന്നോട്ട് പോകാനുള്ള ചുവപ്പ് പരവതാനി വിരിച്ചു കൊടുക്കുന്ന അടുക്കള പണിയുടെ നിലവാരത്തിലേക്ക് കേരളത്തിലെ പ്രതിപക്ഷ നേതാവും താഴ്ന്നിരിക്കുന്നു. കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പുകാരിൽ പുറത്തിറങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തെ ഞങ്ങൾ ചുമക്കണമെന്നുള്ള നിങ്ങളുടെ തീരുമാനത്തെ ഞങ്ങൾ അറബിക്കടലിൽ ചുരുട്ടിയെറിഞ്ഞ് ജനങ്ങളെ അണിനിരത്തി രാഹുൽ മാങ്കൂട്ടം കേരളത്തിന്റെ തെരുവോരികളിൽ MLA എന്ന ബോർഡ് വെച്ച് ഇറങ്ങി നടക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായും ഇവിടെ കൂടി എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തുന്നു. വന്ദേ കേരളനാടിൻ പ്രതിഷേധം. നിങ്ങളറിഞ്ഞോ നാട്ടാരെ, നിങ്ങളറിഞ്ഞോ സഹോദരരെ, പാലക്കാട്ടൊരു MLA, യൂത്ത് കോൺഗ്രസ് നേതാവ് പ്രവർത്തകർ കഷ്ടപ്പെട്ട് പിടിച്ചുകൊണ്ട് വന്നാണ് അവർ കൊടുക്കണമെന്ന് പോലീസിനോട് അപേക്ഷിക്കുകയാണ്. ദയവ് തുറന്നതല്ല ഞങ്ങൾക്ക് എത്തിക്കാനുള്ളത് റിക്വസ്റ്റ് ചെയ്യണം. മെല്ലെ ക്യാമറ കൊള്ളായിരിക്കും.
അങ്ങനെ ക്യാമറ വെള്ളം ക്യാമറ വെള്ളം എടുക്കും. എല്ലാവർക്കും കൊടുക്കാം. ചേട്ടാ 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 കയറല്ലേ? എന്താ പൊന്നടിയാ. കൊടി വീശല്ലടാ കുട്ടാടാ.
ഞങ്ങൾ പ്രതിപക്ഷ നേതാവിന് സമർപ്പിക്കുമെന്ന്. അത് ഞങ്ങളുടെ പ്രവർത്തകന്റെ ശരീരത്തിലെ ചോര പൊടിഞ്ഞാലും ഇനി ഈ കൂട്ടത്തിലിരിക്കുന്ന ഒരാളുടെ ജീവൻ പോണമെന്ന് വെച്ചാലും ഞങ്ങൾ ഈ ബാരിക്കേഡ് മറികടന്ന് അപ്പുറത്തേക്ക് വരുമെന്നുള്ള കാര്യം പോലീസുകാരോട് ഞങ്ങൾ മാന്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ വലിച്ചു കെട്ടിയ ഈ ബാരിക്കേഡ് മറികടക്കാൻ കേരളത്തിലെ യുവമോർച്ചയ്ക്ക് നിമിഷം മാത്രം മതി എന്ന് നിങ്ങൾ ഇപ്പോൾ കണ്ടിട്ടുണ്ടാകും. അതുകൊണ്ട് ഇത് സൂചനയാണെന്ന് ഞങ്ങൾ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. സസ്പെൻഷനല്ല, രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജിയല്ലാതെ മറ്റൊന്നുമില്ല എന്ന് മാത്രം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമരം ഇവിടെ അവസാനിപ്പിച്ചതായി ഓർമ്മപ്പെടുത്തലായി പോലീസുകാരോട് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. പറഞ്ഞാടാ ഇവിടല്ലേ ഇവിടെ അതെ ഇളവിയാ കട്ടീനെങ്ങനെയാണ്